ദൈവത്തിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ എന്നുള്ള വിധത്തിൽ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നത് വാസ്തവത്തിൽ കച്ചവട മനോഭാവം കൊണ്ടാണ്. ഇതൊരിക്കലും ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ സകല കാര്യങ്ങളും ദൈവം തൻ്റെ സമയത്ത് കൃത്യമായി ചെയ്തു കൊടുക്കും. അതിന് ആർക്കും അവൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ സാധിക്കില്ല. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. വളഞ്ഞ വഴികളിലൂടെയുള്ള യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കാലതാമസവും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെന്നല്ലാതെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇത് അറിവാൻ തക്ക വിവേകിയാർ. യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ. നീതിമാന്മാർ അവയിൽ നടക്കും, അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴുമെന്ന് പ്രവാചകനായ ഹോശിയ വിളിച്ചു പറയുന്നു. അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് യാക്കോബ് സ്വീകരിച്ച വളഞ്ഞ വഴികളെല്ലാം അവൻ്റെ അനുഗ്രഹത്തെ താമസിപ്പിക്കുകയാണ് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ യാക്കോബ് ഏറെ വഞ്ചനാപരമായ ഒരു കാര്യം ചെയ്യുന്നതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. അവൻ തൻ്റെ മാതാവിൻ്റെ അനുമതിയോടെ അതൊക്കെ ചെയ്തു എന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ്. ചില ആളുകൾ തെറ്റ് ചെയ്തു കഴിഞ്ഞ് പിടിക്കപ്പെടുമ്പോൾ പറയുന്ന ഒരു കാര്യം, എൻ്റെ അമ്മയിൽ നിന്നും എനിക്ക് വേണ്ടത്ര സ്നേഹം കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ വീട്ടിലില്ലാതെ ഇരുന്നതിനാൽ അപ്പൻ്റെ സ്നേഹം എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്നത് എന്ന്. യാക്കോബിന് അങ്ങനെ പറയേണ്ടി വരില്ലല്ലോ. സ്നേഹം കൂടുതൽ കിട്ടിയത് കൊണ്ട് വഷളായിപ്പോയവനാണ് യാക്കോബ് എന്നെല്ലാവർക്കും അറിയാം. തെറ്റായ ഒരു കാര്യം ചെയ്യുവാൻ അവനോട് ആവശ്യപ്പെട്ടപ്പോൾ അവനത് എടുത്തു ചാടി ചെയ്തു. അവൻ തൻ്റെ സഹോദരൻ്റെ ജ്യേഷ്ഠാവകാശം മോഷ്ടിച്ചു. ജ്യേഷ്ഠാവകാശം യാക്കോബിന് തന്നെ ലഭിക്കുമായിരുന്നു. അവൻ്റെ പിതാവ് നൽകിയ ഔപചാരികമായ അനുഗ്രഹത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചതായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ദൈവം തന്നെയാണ് ഇസ്ഹാക്കിനെ നേരിട്ട് അനുഗ്രഹിച്ചത്. ദൈവമാകുന്ന ജ്യേഷ്ഠാവകാശം യാക്കോബിന് നൽകിയത്, അതും അവൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അത് പറഞ്ഞു. യാക്കോബിൻ്റെ തന്ത്രം ഒരു വിധത്തിലും ആവശ്യമുള്ളതായിരുന്നില്ല. എന്നാൽ അതുമൂലം ദൈവം അവനോട് ഇടപെടുന്നു. അമ്മ റിബേക്ക ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന പദ്ധതി തികച്ചും യുക്തിപരമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യുവാൻ കഴിയുന്നത് അത് മാത്രമായിരുന്നു. യാക്കോബിനെ തൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് വിടുക, ഏശാവിൻ്റെ പകയിൽ നിന്നും യാക്കോബിനെ രക്ഷിക്കുക എന്ന അവളുടെ തന്ത്രം മറച്ചുവെച്ച് അവൾ ഇസഹാക്കിനോട് മറ്റൊരു ഉപാധി പറഞ്ഞു. ഏശാവിൻ്റെ ഭാര്യമാരെ പോലെ തെറ്റായ ഭാര്യമാർ യാക്കോബിനുണ്ടാകാതിരിക്കുന്നതിനാണ് താൻ യാക്കോബിനെ പറഞ്ഞയക്കുന്നത് എന്നത്ര റിബേക്ക അഭിനയിച്ചത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ കാണുന്നത് യാക്കോബ് തൻ്റെ ഭവനം വിടുന്നതാണ്. അതുവരെ സുരക്ഷിതമായിരുന്നവൻ ഇപ്പോൾ ആ ഭവനം വിടുന്നു. മാനസികമായി ശാരീരികമായി തളർന്ന യാക്കോബ് ലൂസ് എന്ന പട്ടണത്തിൽ എത്തുന്നു. അവിടെ ദൈവം അവന് പ്രത്യക്ഷനായി. താൻ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ദൈവം യാക്കോബിനോട് സ്ഥിരീകരിക്കും. ഇന്ന് 28-ാം അധ്യായം നമുക്ക് നോക്കാം. 28-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു. അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. പഴയ നിയമത്തിൽ ഉടനീളം നാം കാണുന്ന ഒരു സത്യം എന്തെന്നാൽ, ദൈവഭക്തിയുള്ളവർ, ദൈവഭയമില്ലാത്തവരുമായി വിവാഹബന്ധത്തിലേർപ്പെടുന്നത് ദൈവം അനുവദിച്ചിരുന്നില്ല എന്നത്രേ. ഈ കാര്യം കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ ഒരു വ്യാഖ്യാനം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ?
അതായത് ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി വിവാഹബന്ധം കൂടി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം, അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവഭയമുള്ള വംശം, ദൈവഭയം ഇല്ലാതിരുന്ന കായീൻ്റെ വംശവുമായി വിവാഹബന്ധം കൂടി എന്നത്രേ. ഒടുവിലായി ഇത് ജലപ്രളയത്താലുള്ള ന്യായവിധിയിൽ കലാശിച്ചു. ഭക്തനായ ഒരു മനുഷ്യൻ മാത്രം ശേഷിച്ചു, നോഹ. ദൈവമക്കളായിട്ടില്ലാത്തവരുമായി വിവാഹബന്ധം കൂടുന്നത് ദൈവം തന്നെ തടയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ ഈ ബന്ധം എപ്പോഴും ദുഃഖത്തിൽ മാത്രമേ ചെന്നെത്തൂ, ഒരു പൊരുത്തവും കാണില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ തമ്മിലോ, രണ്ട് വ്യത്യസ്ത ജാതിയിൽ പിറന്നവർ തമ്മിലോ, രണ്ട് വ്യത്യസ്ത സഭക്കാർ തമ്മിലോ, രണ്ട് വ്യത്യസ്ത മതത്തിൽ നിന്നുള്ളവർ തമ്മിലോ വിവാഹബന്ധം ആകരുതെന്നല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയോ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായവരും അങ്ങനെ ആയിട്ടില്ലാത്തവരും തമ്മിൽ വിവാഹബന്ധം ആകരുത് എന്നത്രേ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞ മതവും ഭാഷയും ജാതിയും വർഗവും സഭയും ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. ഈ പറഞ്ഞതുപോലെ തെറ്റായ വിധത്തിൽ ബന്ധപ്പെട്ടതുകൊണ്ട് അസന്തുഷ്ടമായി ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. ഇതാ ഇസഹാക്കിൻ്റെ കുടുംബത്തിൽ അവർ അതനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ യാക്കോബിനെ ഇസഹാക്ക് വ്യത്യസ്തമായി ഉപദേശിക്കുന്നു. 28-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ. പുറപ്പെട്ട് പദ്ദാൻ അരാമിൽ നിൻ്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിൻ്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. ദൈവം അബ്രഹാമിന് അനുഗ്രഹം നൽകിയെന്നും അതുതന്നെ ദൈവം ഇസഹാക്കിലേക്ക് കൈമാറിയെന്നും ആ അനുഗ്രഹം തന്നെ അവൻ തൻ്റെ മകനായ യാക്കോബിലേക്ക് പകരേണ്ടതാണെന്നും ഇസഹാക്ക് ഇപ്പോൾ മനസ്സിലാക്കി. 5-ാം വാക്യത്തിൽ കാണുന്നത്, അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പദ്ദാൻ അരാമിൽ അരാമ്യനായ ബെഥുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനുമായ ലാബാൻ്റെ അടുക്കൽ പോയി. ഈ പറഞ്ഞ കുടുംബത്തിൻ്റെ ദേശീയത അല്ലെങ്കിൽ പൗരത്വത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ സിറിയക്കാരായിരുന്നു എന്ന് പറയേണ്ടതാണ്. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ സുറിയാനിക്കാർ. നിങ്ങൾ ഭൂപടമെടുത്ത് പരിശോധിച്ചാൽ ഈ മെസൊപ്പൊത്തോമിയ, ഹാരാൻ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ സിറിയയാണ്. കാരണം ദൈവവചനത്തിൽ അവരെ വിളിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. ചിലർ ചോദിക്കാറുണ്ട്, അബ്രഹാം ഒരു യഹൂദനായിരുന്നോ അതോ ഒരു ഇസ്രായേലിയനായിരുന്നോ എന്ന്. വാസ്തവം പറഞ്ഞാൽ അവൻ ഈ പറഞ്ഞ രണ്ടുമല്ലായിരുന്നു. യാക്കോബിൻ്റെ പേർ ഇസ്രായേൽ എന്ന് മാറ്റിയതുവരെ ഒരു ഇസ്രായേലിനും ഉണ്ടായിരുന്നില്ല. അവൻ്റെ 12 മക്കളായിരുന്നു വാസ്തവത്തിൽ ആദ്യത്തെ ഇസ്രായേല്യർ. ഈ വംശം അബ്രഹാമിൽ നിന്നും വന്നു. അവനായിരുന്നു ആ വർഗത്തിൻ്റെ പിതാവ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, അബ്രഹാമിനെ താങ്കൾ മിദ്യാന്യൻ എന്ന് വിളിക്കുവാൻ പോകുന്നില്ല. അവൻ മിദ്യാന്യരുടെ പിതാവും കൂടിയാണ്, മറക്കരുത്. 6 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് പദ്ദാൻ അരാമിൽ നിന്നൊരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദ്ദാൻ അരാമിലേക്ക് പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ കനാന്യ സ്ത്രീകൾ തൻ്റെ അപ്പനായ ഇസ്ഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് ഏശാവ് ഇസ്മായേലിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു. ഇങ്ങനെ ചെയ്യുന്നത് തൻ്റെ പിതാവിനെ സന്തോഷിപ്പിക്കുമെന്ന് ഏശാവ് തെറ്റിദ്ധരിച്ചു. അവൻ്റെ ആത്മീയമായ കാഴ്ചപ്പാടിൻ്റെ കുറവ് നോക്കണേ. കനാന്യരെ പോലെയും ഫെലിസ്ത്യരെ പോലെയും തള്ളപ്പെട്ട ഒരു കൂട്ടർ തന്നെയായിരുന്നു ഈ പറഞ്ഞ ആൾക്കാരും. ദൈവം അവരെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ വേറെ നമ്മൾ അർത്ഥമൊന്നും കൊണ്ടുവരേണ്ടതില്ല. 10ഉം 11ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത്
തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ഇപ്പോൾ യാക്കോബ് എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ബഥേൽ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഭവനം എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ഈ ബഥേൽ യെരുശലേമിൻ്റെ 12 മൈൽ വടക്കാണ്. യാക്കോബ് വിട്ടിട്ട് പോന്ന തൻ്റെ ഭവനം ഏകദേശം 25-30 മൈൽ യെരുശലേമിൻ്റെ തെക്കാണ്. അതിൻ്റെ അർത്ഥം ഈ ഒന്നാമത്തെ ദിവസം തന്നെ യാക്കോബ് കുറഞ്ഞത് 40 മൈൽ പിന്നിട്ട് കഴിഞ്ഞു എന്നാണ്. നല്ല ഒന്നാന്തരം ഓട്ടം തന്നെയല്ലേ? 40 മൈൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 70-ൽ കൂടുതൽ കിലോമീറ്റർ അവൻ ഒറ്റ ദിവസം കൊണ്ട് ഓടിക്കാണും. അപ്പോൾ അവൻ ഏശാവിനെ എത്രമാത്രം പേടിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ സാധിക്കും. ഏശാവിൽ നിന്നും എത്ര ദൂരം പോകാമോ അത്രയും ദൂരം എത്തിച്ചേരുവാനാണ് യാക്കോബിൻ്റെ പരിപാടി. എന്നാൽ ഏശാവിൽ നിന്നും അവൻ അകലുക എന്ന് പറഞ്ഞാൽ അത്രയും ദൂരം തൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നും ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശത്ത് നിന്നും അവൻ അകന്നു പോകുകയായിരുന്നു. അന്ന് രാത്രി യാക്കോബിന് എന്തു തോന്നിക്കാണുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? തീർച്ചയായും അവൻ ഏകാന്തത അനുഭവിക്കുകയായിരുന്നു. നമുക്ക് ലഭിച്ചിട്ടുള്ള രേഖകൾ നോക്കിയാൽ അവൻ ഭവനത്തിൽ നിന്നും മാറിക്കഴിയുന്ന പ്രഥമ രാത്രിയായിരുന്നു അത്. തീർച്ചയായും അതവനെ വേദനിപ്പിച്ചൊരു സംഭവം തന്നെയായിരുന്നു. വീട്ടിലെ പുന്നാരമകനായിട്ട് വളർന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലായാലുള്ള അനുഭവം വിവരിക്കുവാൻ വാക്കുകൾ പോരാ. ഞാൻ പലപ്പോഴും യാക്കോബിനെക്കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടാറുണ്ട്. വാസ്തവത്തിൽ അവനിപ്പോൾ ഒരു പുരുഷനാണ്, എന്നാലും അവന് ഭയങ്കര ദുഃഖമായിരുന്നിരിക്കും. റിബേക്കയുടെ അടുത്ത് നിന്ന് അവൻ ആദ്യമായിട്ടായിരിക്കും മാറി താമസിക്കുന്നത്. ഇതാ അവനിപ്പോൾ ഏകനായി. ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഭാവനയിൽ കാണാൻ സാധിക്കുമോ? തനിയെ ഒരു വെളിം പ്രദേശത്ത്, അതും രാത്രിയിൽ. അവിടെ എന്താണ് സംഭവിച്ചെന്ന് നോക്കാം. അവൻ അവിടെ കിടന്നിട്ട് ഒരു കല്ലെടുത്ത് തലയണയായി വെച്ചു. വീട്ടിലെ പരിചയമായിരിക്കാം. ഈ സ്ഥലം ഒരു ഇരുണ്ട പ്രദേശമാണ്. വലിയ വലിയ കല്ലുകൾ നിറഞ്ഞ ഒരു കാട്ടുപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1200 അടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ പ്രദേശം. നമ്മുടെ ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലുമൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു നല്ല സ്ഥലമായിരുന്നില്ല ഈ പറഞ്ഞ ലൂസ് ബഥേൽ. അത് വിജനമായ ഒരു കുന്നിൻ പ്രദേശമായിരുന്നു. എന്നാൽ യാക്കോബ് തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉയരങ്ങൾ ദർശിച്ചത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു ഘട്ടത്തിലും ഇതുതന്നെ സംഭവിച്ചു. അങ്ങനെ അവൻ ഈ സ്ഥലത്തെത്തി അവിടെ അവൻ കിടന്നുറങ്ങുവാൻ തുടങ്ങി. 28-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവ ആകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. അത് പറഞ്ഞാൽ ആ സ്ഥലത്ത് അത് ശരിയായിരുന്നു. അബ്രഹാം പലസ്തീനിലെത്തിയപ്പോൾ ദൈവം അവന് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അവിടെയായിരുന്നു. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിന് നൽകിയ അതേ വാഗ്ദത്തം, ഇസ്ഹാക്കിനോട് പിന്നീട് ആവർത്തിച്ച് പറഞ്ഞ അതേ കാര്യം ഇപ്പോൾ ഇതാ യാക്കോബിനോട് സ്ഥിരീകരിച്ച് പറയുന്നു. താൻ അങ്ങനെ ചെയ്യുമെന്ന് യാക്കോബിനോട് ദൈവം ആവർത്തിച്ച് സ്ഥിരീകരിക്കുന്നു. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഏകാന്തതയിൽ, വിരഹവേദനയിൽ കഴിഞ്ഞിരുന്ന യാക്കോബിൽ ഈ അനുഭവം തികച്ചും ആശ്വാസം നൽകിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഓട്ടത്തിൻ്റെ ആദ്യത്തെ രാത്രിയിൽ ദൈവം അവനോട് പറയുന്നു, യാക്കോബേ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ ഈ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പോകുകയാണ്. എത്ര സ്വാന്തനത്തിൻ്റെ വാക്കുകളില്ലേ! ആ സ്വപ്നത്തിൽ ദൈവം അവന് നൽകിയ ദർശനം സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണിയുടേതായിരുന്നു. ആ കോവേണി എന്താണ് അർത്ഥമാക്കുന്നത്?
യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു താൻ ശിഷ്യനായി വിളിച്ച നഥനീലിനെ കണ്ടുമുട്ടുന്ന ഭാഗത്ത് അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് നാം കാണുന്നു. തിരുവെഴുത്തുകളിൽ പ്രാവീണ്യമുള്ളവനെന്ന് സ്വയം കരുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ നഥനീയേൽ. അവൻ യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ ചോദിച്ചത് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നത്രേ. എന്നാൽ നമ്മുടെ കർത്താവുമായുള്ള കൂടിക്കാഴ്ചയിൽ നഥനീയേലിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. തന്നെ അറിയുന്നവൻ്റെ മുൻപിലാണ് താൻ നിൽക്കുന്നതെന്ന്. എങ്ങനെ നീ എന്നെ അറിയുമെന്നുള്ള ചോദ്യത്തിന് കർത്താവ് അവനോട് പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ ആ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടതാണ്. അപ്പോൾ നഥനീയേലിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചാട്ടെ. റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. ആരംഭത്തിലൊരു സംശയാലു ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവനെ വിശ്വസിപ്പിക്കുവാനും വളരെ എളുപ്പമായിരുന്നു. ആ ഭാഗമൊന്ന് ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങൾ. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. എന്താണ് ആ കോവേണി? ആ കോവേണി ക്രിസ്തുവാകുന്നു. മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള ഏക വഴി. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവർ അവന് സേവ ചെയ്യുന്നതും നഥനീയേൽ കാണുവാൻ പോവുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവശബ്ദവും താൻ കേൾക്കും. അതെ സുഹൃത്തെ, ഈ കാലങ്ങളിൽ ദൈവം മനുഷ്യവർഗത്തോട് സംസാരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയാണ്. നമുക്ക് നേരിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കില്ല. നാം ക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ക്രിസ്തുവാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവനൊരു മതസ്ഥാപകനല്ല, മറിച്ച് ദൈവത്തിങ്കിലേക്ക് പോകുവാനുള്ള ഏക മാർഗമാകുന്നു. ബലാത്കാരിയായ ഉപായിയായ ഈ യാക്കോബിനാണ് ഈ സത്യം ആദ്യം ദൈവം നൽകിയത്. വിചിത്രമായി തോന്നുന്നില്ലേ? നഥനീയേലിനോട് കർത്താവ് പറഞ്ഞത്, നീ ഒരു സാക്ഷാൽ ഇസ്രായേലിൻ, നിന്നിൽ കപടമില്ല എന്ന് പറഞ്ഞാൽ നിന്നിൽ യാക്കോബില്ല എന്നാണ് അർത്ഥം. നഥനീയേൽ താൻ ബുദ്ധിശാലിയാണെന്ന് സ്വയം ചിന്തിച്ചവനായിരുന്നു. അവൻ രസികനുമായിരുന്നു. എന്നാൽ അവൻ യാക്കോബിനെ പോലെ തന്ത്രശാലിയായിരുന്നില്ല. എന്നാൽ ഈ യാക്കോബിനോട് ദൈവം ഇടപെടുവാൻ തന്നെ പോകുകയാണ്. അനുഗ്രഹം കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ചെയ്ത തെറ്റുകൾ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുമെന്നല്ല അർത്ഥം. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി നിവർത്തിക്കുവാൻ പോകുന്ന വംശത്തിൻ്റെ ഒരു പ്രധാന കണ്ണിയാകുന്നു യാക്കോബ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവനെ പലതും പഠിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കാര്യത്തിലും ഈ പറഞ്ഞത് ശരിയല്ലേ? ദൈവം നമ്മെ പഠിപ്പിക്കുന്നതിൽ ഒരത്ഭുതവുമില്ല, നമ്മെ ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നതിൽ ഒരു അതിശയവുമില്ല. അവന് ലഭിക്കുന്ന ഓരോ മക്കളെയും അവൻ ബാലശിക്ഷയിൽ വളർത്തുന്നു, പരിശീലിപ്പിക്കുന്നു. അവൻ അബ്രഹാമിനോട് അങ്ങനെ ചെയ്തു, ഇസഹാക്കിനോടും അങ്ങനെ ചെയ്തു. ദൈവം യാക്കോബിനെയും പഠിപ്പിക്കുവാൻ പോവുകയാണ്. ഇതുവരെയും എല്ലാ കാര്യങ്ങളും യാക്കോബിൻ്റെ വരുതിക്കകത്തായിരുന്നു. അവൻ പിടിച്ച മുയലിനെല്ലാം 3 ചെവി തന്നെയായിരുന്നു, അല്ലെങ്കിൽ 3 കൊമ്പ് തന്നെയായിരുന്നു. എവിടെല്ലാം പോയി തൊട്ടോ അതെല്ലാം 100 മേനിയായിരുന്നു. ശരിയായ വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവം ചില ചിട്ടകളിൽ കൂടി നിങ്ങളെ കൊണ്ടുപോയേ മതിയാകൂ. തെറ്റായി ജീവിച്ചിരുന്ന പലരും വാസ്തവത്തിൽ ആത്മീയമായി ദൈവത്തോട് അടുത്തത് ഈ പറഞ്ഞ സ്കൂളിൽ കൂടി പോയി പഠിച്ചതിനാലാണ്. യാക്കോബ് പഠിച്ചതുപോലെ ചിലപ്പോൾ ദൈവം നമ്മെ ഒന്ന് ഞെട്ടിപ്പിച്ച് വിളിച്ചേ മതിയാകൂ. പക്ഷേ പൊന്നുപോലെ പുറത്തു വരുവാനുള്ള ശോധന മാത്രമാണത്. യാക്കോബിന് ദീർഘദൂരം പോകേണ്ടതുണ്ട്. അവൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 16-17 വാക്യങ്ങളിൽ, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം,
ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ചില ആരാധനാലയങ്ങൾ പ്രതിഷ്ഠിക്കുവാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്. ഈ സ്ഥലം എത്ര ഭയങ്കരം! ചിലർക്കത് അരോചകമായി തോന്നും. കാരണം ഇല്ലാത്ത പണമുണ്ടാക്കി ഇത്ര മനോഹരമായി ഇത് പണിതപ്പോൾ എന്തൊരു പ്രതികരണമാണ് ഈ ഉപദേശിയുടേത്. ഈ സ്ഥലം എത്ര ഭയങ്കരം! ചില ആരാധനാ സ്ഥലം എന്നാൽ ഞാൻ അർത്ഥമാക്കിയത് ഈ സ്ഥലം ഭയങ്കരമായിരിക്കുന്നത് യാക്കോബിനെ പോലെയുള്ളവർക്കാണ്. അതൊരു പാപിക്ക്, ദൈവത്തിൽ നിന്നും ഓടിയൊളിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കരമാണ്. ദൈവത്തിൽ നിന്നും ഓടി മറയുവാൻ ശ്രമിക്കുന്ന ഏതൊരു പാപിക്കും ഒരു ദൈവാലയം അല്ലെങ്കിൽ ഒരു ആരാധനാ സ്ഥലം ഭയങ്കരമായിരിക്കണം, ഭയാനകമായിരിക്കണം. ഒരു പാപി ദൈവത്തെ കണ്ടുമുട്ടേണ്ട സ്ഥലം അതായിരിക്കണം. ദൈവവുമായി മുഖാമുഖം വരേണ്ട സ്ഥലം. സ്വർഗത്തിൽ നിന്നും ഇറക്കിയിരിക്കുന്ന ആ കോവേണിയിലൂടെ, ക്രിസ്തുവിലൂടെ ആകണം ആ ബന്ധം സ്ഥാപിക്കേണ്ടത്. 18ഉം 19ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. ഇനി യാക്കോബിനെ ശ്രദ്ധിച്ചാട്ടെ. അവന് പഠിക്കുവാൻ വളരെയുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. 20 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എന്താണ് യാക്കോബ് ചെയ്യുന്നത്? ദൈവവുമായി ഒരു മാറ്റക്കച്ചവടം നടത്തുവാൻ യാക്കോബ് ഒരുങ്ങുകയാണ്. അവൻ പറയുന്നത്, ദൈവമേ, നീ എനിക്കിങ്ങനൊക്കെ ചെയ്യുമെങ്കിൽ. എന്തൊരു മണ്ടത്തരമല്ലേ! ഇതിനെയാണ് മണ്ടൻ നേർച്ച എന്ന് പറയുന്നത്. കാരണം ഇവൻ ഈ പറയുന്നതെല്ലാം സൗജന്യമായി ചെയ്തു കൊടുക്കാമെന്ന് ദൈവം നേരത്തെ വാക്ക് പറഞ്ഞതാണ്. ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തും, ഞാൻ ഈ ദേശം നിനക്കും നിൻ്റെ സന്തതിക്കും നൽകും. ഇതെല്ലാം കിട്ടിയിട്ടും ഇപ്പോൾ യാക്കോബ് തിരിഞ്ഞ് ദൈവവുമായി വിലപേശുകയാണ്. യാക്കോബ് പറയും, നീ ഇതൊക്കെ ചെയ്യുമെങ്കിൽ ഞാൻ നിന്നെ സേവിക്കാം, അല്ലെങ്കിൽ സേവിക്കത്തില്ല. ഈ പറഞ്ഞതുപോലെ നാമുമായി കച്ചവടം നടത്തുവാനല്ല ദൈവം വന്നിരിക്കുന്നത്. യാക്കോബിനോട് അവൻ അങ്ങനെ ഇടപെട്ടില്ല. ദൈവം അങ്ങനെ ഇടപെട്ടിരുന്നു എങ്കിൽ യാക്കോബ് ഒരിക്കലും തൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങി വരുമായിരുന്നില്ല. ഒരു നിമിഷം ചിന്തിക്കൂ, അതല്ലേ സത്യം? ദൈവം തൻ്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും യാക്കോബിനെ തൻ്റെ ദേശത്തേക്ക് മടക്കി കൊണ്ടുവന്നത് അത് തൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദത്തം നിറവേറ്റാനാണ്. ഒടുവിലായി ബഥേലിലേക്ക് വന്നപ്പോൾ ഒരു ബുദ്ധിയുള്ള വ്യക്തിയായിട്ടാണ് അവൻ മടങ്ങി വന്നത്. അവൻ എന്തിനാണ് മടങ്ങി വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം കാണിച്ച കരുണയ്ക്കായി. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും പിന്നീട് അവൻ വരുന്നുണ്ട്. ദൈവം അവനോട് തികച്ചും കരുണയുള്ളവനായിരുന്നു. ഇന്നും അനേകരും ഈ പറഞ്ഞ ചിന്താഗതിക്കാരാണ്. അവർ പറയുന്നത്, ദൈവം ഇങ്ങനെയും ഇങ്ങനെയും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ പ്രവർത്തിക്കാമെങ്കിൽ ഞങ്ങൾ അവനെ സേവിച്ചോളാം. പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം ലഭിച്ചാലും ഈ പറഞ്ഞ ചിന്താഗതിയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ പോകുന്നില്ല. പലരും എൻ്റെ ഈ പ്രോഗ്രാം കേട്ടതിന് ശേഷം ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാകുന്നു എന്ന് മനസ്സിലാക്കി എന്നോട് പറയാറുണ്ട്, സാറേ പ്രാർത്ഥിക്കണേ, ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിന് സമ്മാനം കിട്ടുകയാണെങ്കിൽ ദശാംശം മുഴുവനും ഞാൻ നിങ്ങളുടെ വേലയ്ക്ക് അയച്ചു തന്നേക്കാം. പ്രിയ സുഹൃത്തെ, ഞാൻ ആ വിഷയം ഒരിക്കലും പ്രാർത്ഥനയിൽ ഓർക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ലഭിച്ചാലൊട്ട് ദൈവത്തിനത് കൊടുക്കുകയുമില്ല എന്നെനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? കാരണം ടിക്കറ്റ് വിൽക്കുന്നവർ നിങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത് തരുന്നത്. ആ പ്രാർത്ഥന മതി. നിങ്ങളിടുന്ന ഈ നേർച്ചക്കാശ് ഇങ്ങനൊരു കച്ചവടമല്ലേ? ചിലർ ആരാധനയിൽ സ്തോത്രകാഴ്ച ഇടുന്നത് പോലും 100 മടങ്ങ് തിരികെ കിട്ടാനാണ്. ദൈവം അങ്ങനെ കച്ചവടത്തിനിറങ്ങിയിരിക്കുകയല്ല. അവിടുന്ന് നിങ്ങളോട് കരുണ കാണിക്കും. തിരികെ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ അവൻ നിങ്ങളോട് കൃപാലുവായിരിക്കും.
എന്നാൽ അവൻ പറയുന്നത്, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി അവനെ സേവിക്കുവാൻ താല്പര്യപ്പെടുമെന്നത്രേ. അതത്രേ സ്നേഹത്തിൻ്റെ ബന്ധം. ഒരു മാതാവിനൊരു കൊച്ചു കുഞ്ഞിനോടുള്ള സ്നേഹം ഇതുതന്നെയാണ്. അവൾ ആ കുഞ്ഞിൻ്റെ അടിമയായിത്തീരുന്നു. നിങ്ങളും ഞാനും അപ്രകാരത്തിലാകണം. അതത്രേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതെ, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ, സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാതെ അവനുമായി കച്ചവട മനോഭാവം പാടില്ല. അവൻ നമ്മെ സ്നേഹിക്കുന്ന കർത്താവാണ്. നമ്മെ അനുഗ്രഹിക്കുവാൻ അവൻ കാത്തിരിക്കുന്നു. ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ അനുഗമിക്കുന്നതിനും ആരാധിക്കുന്നതിനും പിന്നിലുള്ള ചേതോവികാരം വ്യക്തമായി തിരിച്ചറിയുന്നവനാണ് കർത്താവ്. തന്നെ അനുഗമിച്ച വലിയ പുരുഷാരത്തോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുകയും അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്നത്രേ. എന്നാൽ നിത്യജീവൻ്റെ വചനങ്ങളിൽ താല്പര്യമില്ലാത്ത വലിയൊരു കൂട്ടം ശിഷ്യന്മാർ കർത്താവിനെ വിട്ടുപോയത് നാം അവിടെ കാണുന്നു.